ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പ്രിസ്ലി പി എസ് സിയിലെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ LDC LGS അതുപോലെ തന്നെ മറ്റു PSC എക്സാമുകൾക്ക് വേണ്ടിയുള്ള GK വിഭാഗത്തിൽ നിന്നുള്ള ചെറിയൊരു മോഡൽ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2024 നോക്കണം, ക്വസ്റ്റ്യൻ നോക്കിയാൽ 2024 PSC കേട്ടിട്ടുള്ള ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ മോഡൽ എക്സാം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം എക്സാമൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെയൊക്കെ LDC എക്സാമിനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോണെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ എഴുതി വെച്ച് മറന്നു പോകാതെ രീതിയിൽ പഠിച്ചു പോകാൻ ശ്രമിക്കുക. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതേ ഗൗരവത്തോടെ തന്നെ നിങ്ങൾ ഈ എക്സാം എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അത് എത്ര മാർക്കാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ മോഡൽ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനാവില്ലതാനും. ആരുടെ വാക്കുകളാണിത്? നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. ഓക്കെ, മഹാത്മാ ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഒരു അടിമയായി ഇരിക്കുവാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുപോലെ ഒരു യജമാനനായി ഇരിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരുടെ വാക്കുകളാണ്? ഒരു അടിമയായി ഇരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ ഒരു യജമാനനായി ഇരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരുടെ വാക്കാണ്? നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ വാക്കാണ്. ഓക്കെ, എബ്രഹാം ലിങ്കൻ്റെ വാക്ക്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടതും നമ്മുടെ ഗാന്ധിജി തന്നെയാണ്, മഹാത്മാ ഗാന്ധിജിയാണ്. അതുപോലെ നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ ഒരു ഫേമസ് കോട്ടുണ്ടല്ലേ, അത് ഏതാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതും എബ്രഹാം ലിങ്കനാണ്. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതും എബ്രഹാം ലിങ്കനാണ്. അല്ല, അമർത്യ സെന്നിൻ്റെ ഒരു ഫേമസ് കോട്ടുണ്ടല്ലോ നമ്മുടെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട്, ഏതാണ്? ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതും അമർത്യ സെന്നാണ്. ഓക്കെ, ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതും അമർത്യ സെന്നാണ്. ഓക്കെ, അമർത്യ സെന്നാണ്. അതിൽ നമ്മുടെ എബ്രഹാം ലിങ്കൺ എന്നാണ് വധിക്കപ്പെട്ടത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, 1865. ഓക്കെ, 1865 ഏപ്രിൽ മാസം 14 എബ്രഹാം ലിങ്കൺ വധിക്കപ്പെടുന്നത്. 1865 ഏപ്രിൽ 14. അതുപോലെ ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടെയാണ്? ഗെറ്റിസ്ബർഗ് സ്പീച്ച്, ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടെയാണ്? നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെയാണ്. അത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഗെറ്റിസ്ബർഗ് പ്രസംഗം ആരുടെയാണ്? എബ്രഹാം ലിങ്കൻ്റെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എന്നാണ് നവംബർ 26. ഓക്കെ, ഓപ്ഷൻ സി ആണ്, നവംബർ 26. വർഷം എന്നാണ്? 1949. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. അതുകൊണ്ട് തന്നെ നവംബർ 26 നമ്മൾ എന്താണ് ഭരണഘടനാ ദിനം എന്നൊക്കെ ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നതും നവംബർ 26. വർഷം ഓർക്കണം, 1949 നവംബർ 26. മൂന്നാമത്തെ ചോദ്യമാണ്, വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഏതാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ? പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമിയുടെ. ഓക്കെ, ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം. അതേപോലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാണ് വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. അതേപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം വൈകുണ്ഠസ്വാമിയുടെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 3ഉമാണ്. ഓക്കെ, 1ഉം 3ഉമാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ചോദ്യമാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കളവൻകോട്. ഓക്കെ, അതോടെ ലാസ്റ്റായിട്ട് കളഞ്ഞുപോയി. ഓക്കെ, എന്തെങ്കിലും കളഞ്ഞു പോയെന്ന് ഓർത്താൽ അതോടെ ശ്രീനാരായണ ഗുരു ഉള്ള പ്രതിഷ്ഠയൊക്കെ നിർത്തി വെച്ചിട്ട് പോയി. ഓക്കെ, കളവൻകോട് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോടാണ്. വർഷം എന്നാണ് കളവൻകോടിൽ കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത് കേട്ടോ. കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത്. കണ്ണാടി പ്രതിഷ്ഠ, അതായത് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതെന്ന് കളവൻകോട് ക്ഷേത്രമാണ്. ഓക്കെ, കളവൻകോട് ക്ഷേത്രമാണ്. വർഷം എന്നാണ്? 1927. ഓക്കെ, 1928 സെപ്റ്റംബർ 20
ഓക്കെ, ഇത് ശ്രീനാരായണ ഗുരു മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് 1 വർഷം മുമ്പ് 1927 കാലഘട്ടത്താണ് എന്താണ് കളവൻകോടിൽ കണ്ണാടി പ്രതിഷ്ഠയാണ് നടത്തിയത്. ശ്രദ്ധിക്കണം, കണ്ണാടി പ്രതിഷ്ഠയാണ് കളവൻകോടിൽ നടത്തിയത്. നമ്മളെന്തെങ്കിലും കളഞ്ഞു പോകുമ്പോൾ എന്താണ് കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്യുമെന്ന് ഓർത്താൽ മതി. അപ്പം അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്തൊന്നാണ്? നമ്മൾ എന്താണ് സ്റ്റാറ്റസൊക്കെ ഇട്ട് പരിചയമുള്ള ഒരു കോട്ട് തന്നെയാണ്. ഏതാണ്? അഹം ബ്രഹ്മാസ്മി. ഓക്കെ, യു ആർ യുവർ സെൽഫ് ഗോഡ് എന്നാണ്. ഓക്കെ, അഹം ബ്രഹ്മാസ്മിയാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം. ഓക്കെ, മുന്നോട്ട് വെച്ച തത്വം. അതുപോലെ തന്നെ ഉല്ലല എന്ന സ്ഥലത്തും ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തൃശ്ശൂരിലുള്ള കാരമുക്ക് ക്ഷേത്രത്തിൽ ഏത് പ്രതിഷ്ഠയാണ് നടത്തിയത്? കാരമുക്ക് ക്ഷേത്രത്തിൽ. ഏതാണ്? കാരമുക്ക് വിളക്കമ്പലത്താണ്. ഓക്കെ, വിളക്കമ്പലം ക്ഷേത്രമാണ്. എന്താണ്? വിളക്കമ്പലം കാരമുക്ക് ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലുള്ളതാണ്. അവിടെ ഏത് പ്രതിഷ്ഠയാണ് നടത്തിയത്? അവിടെ നിലവിളക്കാണ്. ഓക്കെ, വിളക്കമ്പലം, ആ വിളക്കിലുണ്ട് നിലവിളക്ക്. ഓക്കെ, നിലവിളക്ക് പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു വിളക്കമ്പലം കാരമുക്ക് തൃശ്ശൂർ ക്ഷേത്രത്തിൽ നടത്തിയ പ്രതിഷ്ഠ. ഓക്കെ, നിലവിളക്ക് പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സർവ്വമത സമ്മേളനം എവിടെയാണ് ചേർന്നത്? എവിടെയാണ്? ആലുവ അദ്വൈത ആശ്രമത്തിൽ. വർഷം എന്നാണ്? 1924. ഓക്കെ, നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്താണ്. 1924 സർവ്വമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ നടന്നത്. ആലുവ അദ്വൈത ആശ്രമം ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിൻ്റെ തീരത്താണ്. ഓക്കെ, പെരിയാറിൻ്റെ തീരത്താണ്. പിന്നെ അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ അറിയാലോ, എന്നാണ് വർഷം? 1888. ഓക്കെ, ഫേമസ് ആണ്, അതൊക്കെ PSC കേട്ടിട്ടുള്ളതാണ്. 1888. അതുപോലെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള വിഗ്രഹക്കല്ല് എവിടെ നിന്നാണ് എടുത്തത്? നെയ്യാറിൽ നിന്നാണ്. ഓക്കെ, നെയ്യാറിലെ ശങ്കരൻ കുഴി എന്നിടത്ത് വെച്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകരയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഭാഗത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. 5ാമത്തെ ചോദ്യമാണ്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ്. പൊയ്കയിൽ ഗുരുദേവൻ 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെ തൻ്റെ ആശയം പ്രചരിപ്പിച്ചത് വില്ലുവണ്ടി യാത്ര നയിച്ചു. ഏതാണ്? നമുക്ക് 4ാമത്തെ പോയിന്റ് കാണുമ്പോൾ തന്നെ അൾട്രാ ഫ്ലോപ്പ് എന്നറിയാം. അപ്പം ഓപ്ഷൻ ഡി ക്യാൻസലായി കളയാം. ഇനി ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. അതായത് 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി, പാട്ടുകളിലൂടെ തൻ്റെ ആശയം പ്രചരിപ്പിച്ചു. ഇത് രണ്ടുമാണ് പൊയ്കയിൽ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 6ാമത്തെ ചോദ്യമാണ്, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. ഓക്കെ, LMS അതുപോലെ BEM എന്താണ്? ബേസൽ ഇവാഞ്ചലിക് മിഷൻ BEM എന്നീ 2 സംഘടനകളാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്. 7ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്താനാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു. ഏതാണ്? കറക്റ്റ് മാച്ച് ദ ഫോളോയിങ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മുടെ വക്കൻ മൗലവിയുടെ ഏതാണ്? വക്കം മൗലവി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒരു മുസ്ലിം പേര്, മുസ്ലിം സംഘടന ഒന്നേ ഉള്ളൂ. അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്താൽ തന്നെ ഉത്തരം കിട്ടും. കാരണം 1 D ആയിട്ട് മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻസും ഇല്ല. അപ്പോൾ ഒരൊറ്റ പോയിന്റ് നോക്കിയാൽ നമുക്കതിന് 1 മാർക്ക് കിട്ടും. അതിൽ ബാക്കി നോക്കാം. അയ്യങ്കാളിയുടെ ഏതാണ്? അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം, വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം, ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, അതേപോലെ 8ാമത്തെ ചോദ്യമാണ്, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധം ഭഗത് സിംഗിനെ തൂക്കിലേറ്റി 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ഏതാണ്? 1940 ജൂലൈ 31. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഉധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. ഭഗത് സിംഗിന് എന്നാണ് തൂക്കിലേറ്റത്? 1931 മാർച്ച് 23. ഓക്കെ, 1940
1931. ഓക്കെ, 31 മാർച്ച് 23-നാണ് ഇവിടെ ലാഹോർ ജയിലിൽ വെച്ചാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്. ഓക്കെ, 1931 മാർച്ച് 23 ലാഹോർ ജയിലിൽ വെച്ചാണ്. അതുപോലെ തന്നെ ഉധം സിംഗിനെ 1940 ജൂലൈ 31-നാണ്. അതിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അറിയാം, 1942 ഓക്കെ, 1942 കാലഘട്ടത്താണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോഴാണ്? രണ്ടാം ലോകമഹായുദ്ധം 1939. ഓക്കെ, 39 സെപ്റ്റംബർ 3 എന്താണ്? സെപ്റ്റംബർ 3 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചതായിട്ട് കണക്കാക്കുന്നത്. 1939 സെപ്റ്റംബർ മാസം 3 ഈ തീയതിയിലാണ് ഏതാണ്? ബ്രിട്ടനും ഫ്രാൻസും കൂടി എന്താണ്? ജർമ്മനിക്കെതിരായ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അതോടെയാണ് നമ്മുടെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ഓക്കെ, ഇതേ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും കൂടി എന്താണ്? ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഡേറ്റാണ് 1939 സെപ്റ്റംബർ മാസം 3. ഓക്കെ, അപ്പോൾ ഇത്രയും ഡേറ്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഭഗത് സിംഗിനെ തൂക്കിലേറ്റത് 1931 മാർച്ച് 23 ലാഹോർ ജയിലിൽ വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 42 കാലഘട്ടത്താണ്. ഉധം സിംഗിനെ വധിക്കുന്നത് 1940 ജൂലൈ 31. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് 1939 സെപ്റ്റംബർ 3 9ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല ഏതെന്നാണ്? ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഏതാണ്? പ്രാഥമിക മേഖലയാണ്. ഓപ്ഷൻ സി ആണ്, പ്രാഥമിക മേഖലയാണ്. 10ാമത്തെ ചോദ്യമാണ്, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം? ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം നമ്മുടെ കേരള ഓപ്ഷനിലുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കേരളം പിടിച്ചടിക്കുമായിരുന്നു. പക്ഷേ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷപ്പെട്ട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഹിമാചൽ പ്രദേശാണ്. 11ാമത്തെ ചോദ്യമാണ്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി, 2, 3, 4 ഏതാണ് കറക്റ്റ് ജോഡി? ഏതാണ്? 1ാമത്തെ എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഓക്കെ, ഓപ്ഷൻ 1B വരണം. 1B പറഞ്ഞാൽ ഏതാണ്? ഇത് ക്യാൻസലാക്കാം, ഇതും ക്യാൻസലാക്കാം. ഓക്കെ, അതേപോലെ 2-ാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ്. ഏതാണ്? സി ആണ് വരേണ്ടത്. ഓക്കെ, 2C. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. 11 ഓപ്ഷൻ സി ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യമാണ്, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്താനാണ്. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം, ആയുർദൈർഘ്യം, അഴിമതിരഹിത ഭരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1ഉം 3ഉമാണ്. UNDP ആണ് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്, ബാക്കി രണ്ടും വരില്ല. 13ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, മിന്നു മണിയാണ്. മിന്നു മണി IPL ഉണ്ടായിരുന്നു. IPL ഏത് ടീമായിരുന്നു മിന്നു മണി? ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഓക്കെ, നോക്കി വയ്ക്കണം, ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. അതുപോലെ ആശാ ഷോഫനും IPL ഉണ്ടായിരുന്നു. ഏതിലാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് RCBയിലായിരുന്നു. ഷോഫന RCBയിലായിരുന്നു. മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസിലായിരുന്നു. അല്ല, സഞ്ജന സജീവൻ ഏതിലായിരുന്നു? അതും ബാംഗ്ലൂരിലായിരുന്നു. ഓക്കെ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ മിന്നുമണി ഡൽഹി ക്യാപിറ്റൽസിലായിരുന്നു. IPL ആശാ ഷോഫൻ RCBയിലായിരുന്നു. സഞ്ജന സജീവനും RCB ടീമിലായിരുന്നു. നോക്കി വയ്ക്കണം, കേൾക്കാൻ സാധ്യത ഉണ്ട്. 14ാമത്തെ ചോദ്യമാണ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ? വടക്ക് പടിഞ്ഞാറൻ ഏതാണ്? മഹൽവാരി വ്യവസ്ഥയാണ്. ഓക്കെ, മഹൽവാരി വ്യവസ്ഥയാണ്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് മഹൽവാരി വ്യവസ്ഥയാണ്. 15ാമത്തെ ചോദ്യമാണ്, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക എന്നാണ്. കരിമ്പ്, തേയില, ചണം, ഗോതമ്പ്. എവിടെയാണ് കരിമ്പ്? എവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന? കരിമ്പ് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, കരിമ്പ് ഉത്തർപ്രദേശിലാണ്. അപ്പം 1C വരണം. 1C വരണത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1C, കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു. അതുപോലെ തേയില എവിടെയാണ്? ആസാമിലായിരുന്നു. ചണം പശ്ചിമ ബംഗാളിലായിരുന്നു. ഗോതമ്പ് എവിടെയായിരുന്നു? പഞ്ചാബിലായിരുന്നു. 16ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ്?
സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് രൂപീകരിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. വെരി സിമ്പിൾ ചോദ്യം. അയ്യോ, ഏതാണ് ചോദ്യം സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ അല്പം തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം കൺഫ്യൂഷൻ ആക്കുന്നതാണ്. കൺഫ്യൂഷനല്ല, നിങ്ങളെ മനഃപൂർവ്വം കുഴിയിൽ ചാടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഒരു നല്ലൊരു ചൂണ്ടയാണിത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അത് നല്ലൊരു ഒരു വല വിരിച്ച് വെച്ചിരിക്കുന്നതാണ് PSC. ഏതാണ് ഉത്തരം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഭൂരിഭാഗം പേരും എന്താണ് ചെയ്യണത്? ഇത് ശരിയാക്കി കണക്കാക്കും, ഇതും ശരിയായിട്ട് കണക്കാക്കും. അതായത് ഭാഗ്യം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലേ, 1, 3, 4 വരെയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലെന്ന് ഏതൊരു പൊട്ടനും അറിയാം. അപ്പോൾ അത് ആദ്യമേ ക്യാൻസലാക്കും. ഓക്കെ, അങ്ങനെ നോക്കണമെങ്കിൽ 1, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, വോട്ടർ പട്ടിക മാത്രമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്നത്. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഏതാണ്? ഇലക്ഷൻ കമ്മീഷനാണോ? അവരോരോ പാർട്ടികളല്ലേ ഓരോന്ന് തീരുമാനിച്ച് നാമനിർദ്ദേശം ചെയ്യുന്നത്. ബാക്കി നോമിനേഷൻ ഒക്കെ സമർപ്പിച്ച് വാങ്ങിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഓരോരോ പാർട്ടിയാണ്. അതിൽ പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുക ഇലക്ഷൻ കമ്മീഷൻ അവിടെ പാർട്ടി സംഘടനയാണോ? ഇല്ലല്ലോ. അപ്പോൾ പാർട്ടി ഓരോ ആൾക്കാർ ചേർന്ന് ഓരോ സംഘടനകൾ രൂപീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവിടെ ഇലക്ഷൻ കമ്മീഷനൊന്നുമില്ല. പിന്നെ അവർക്ക് ഔദ്യോഗിക പദവിയും അതുപോലെ ഔദ്യോഗിക ചിഹ്നങ്ങളൊക്കെ നൽകുന്നത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം വേണ്ടത്. അല്ലെ, പാർട്ടി ആർക്ക് വേണോ രൂപീകരിക്കാം, അത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 17ാമത്തെ ചോദ്യമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനാണ്. 18ാമത്തെ ചോദ്യം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചതാരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. 19ാമത്തെ ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഏത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ നിന്നാണ്. ഓക്കെ, 5 ഇയർ പ്ലാൻ എന്ന ആശയം സോവിയറ്റ് യൂണിയൻ നിന്നാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പാലുമായി. ഓക്കെ, ധവള വിപ്ലവമാണ്. 21ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതെന്നാണ്? മൗലികാവകാശം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. 22ാമത്തെ ചോദ്യം. 2002 86ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതെന്നാണ്? 2002 86ാം ഭേദഗതിയിലൂടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ്. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാലയങ്ങൾ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്നത് 2002 86ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തയാണ്. 23 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ളത് പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. 25 ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരെന്നാണ്? ആരാണ്? നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയാണ്. ഓക്കെ, ഭരണഘടന നിർമ്മാണ സഭയാണ് എഴുതി തയ്യാറാക്കിയത്. 26ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായി മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഏതാണ്? കോട്ടയമാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, കോട്ടയമാണ്. 27ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? SCRT പോയിൻ്റാണ്. റബ്ബർ കൃഷിയുടെ പിതാവ് ഏതാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഓപ്ഷൻ ബി ആണ്. 28ാമത്തെ ചോദ്യം. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ സിയിലാണ്. ഓക്കെ, ഓപ്ഷൻ സി, കൊല്ലത്തിലാണ്. കൊല്ലം ജില്ലയിലാണ്. 29ാമത്തെ ചോദ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത? കൊല്ലം മുതൽ കോട്ടപ്പുറം NW നാഷണൽ വാട്ടർവേ 3 ആണ്. ഓക്കെ, NW 3 ആണ്. 30ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതെന്നാണ്? ഏതാണ്? ഉത്തരായന രേഖ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്തരായന രേഖയാണ്. 31ാമത്തെ ചോദ്യം. സിംഹവാല കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏതെന്നാണ്?
ഏത് ദേശീയോദ്യാനമാണ്? സിംഹവാലൻ. സൈലൻറ്റ് വേലിയാണ്. ഓപ്ഷൻ ബി ആണ്, സൈലൻറ്റ് വേലിയാണ്. 32 ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ആതിരപ്പള്ളി എവിടെയാണ്? ഓപ്ഷൻ ഡിയിലാണ്. ഓക്കെ, ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമുള്ളത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ്. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലുത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശബരിഗിരിയാണ്. ഓപ്ഷൻ സി ശബരിഗിരിയാണ്. 34ാമത്തെ ചോദ്യമാണ്, ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ അയൽ രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശാണ്. ഓപ്ഷൻ ഡി ബംഗ്ലാദേശാണ്. 35ാമത്തെ ചോദ്യമാണ്, ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം. ഉത്തര മഹാസമതലത്തിൽ ഏത് മണ്ണാണ്? ഉത്തര മഹാസമുദ്രം സിന്ധു ഗംഗപുത്ര ഡെൽറ്റയൊക്കെ വരുന്നതാണ്. ഓപ്ഷൻ ബി ആണ്, എക്കൽ മണ്ണാണ്. ഓക്കെ, ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ്. 36ാമത്തെ ചോദ്യമാണ്, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഓപ്ഷൻ ഡി ആനമുടിയാണ്. 37ാമത്തെ ചോദ്യമാണ്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഏതാണ്? പാക്ക് കടലിടുക്കാണ്. 38ാമത്തെ ചോദ്യമാണ്, ഹിമാലയൻ നദി അല്ലാത്തത് ഏതെന്നാണ്? ഹിമാലയൻ നദി അല്ലാത്തത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, കൃഷ്ണയാണ്. ഓക്കെ, കൃഷ്ണയാണ്. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വളപട്ടണമാണ്. 40ാമത്തെ ചോദ്യമാണ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി ഏതിലാണ്? പുന്നമട കായലിലാണ്. ഓപ്ഷൻ എ പുന്നമട കായലിലാണ്. 41ാമത്തെ ചോദ്യം, ജലത്തിലൂടെ പകരുന്ന രോഗമാണ് കോളറ, ചിക്കൻ പോക്സ്, മലേറിയ, ജലദോഷം. ജലത്തിലൂടെ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ജലത്തിലൂടെ കോളറയാണ്. ഓക്കെ, കോളറയാണ്. 42ാമത്തെ ചോദ്യം, പല്ലിൻ്റെ ഇനാമലിന് നാശമുണ്ടാകുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഏത് ആസിഡാണ്? ഓപ്ഷൻ സി ആണ്, ലാക്റ്റിക് ആസിഡാണ്. ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡാണ്. 43ാമത്തെ ചോദ്യം, ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏതെന്നാണ്? സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ക്യാൻസറാണ്. ഓപ്ഷൻ ബി ക്യാൻസറാണ് ഉത്തരം. 44ാമത്തെ ചോദ്യം, ഇ സി ജിയുടെ പൂർണ്ണരൂപം? ഇ സി ജിയുടെ ഇലക്ട്രോ കാർഡിയോഗ്രാമാണ്. ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോ കാർഡിയോഗ്രാമാണ്. 45ാമത്തെ ചോദ്യം, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്താനാണ്. പോഷണ പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആഹാര സ്വീകരണം, ദഹനം, ആഗീകരണം, സ്വാംശീകരണം. ഓപ്ഷൻ ഡി ആണ്. 46ാമത്തെ ചോദ്യം, കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു അന്തസ്രാവ ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് അന്നപഥത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവ ഗ്രന്ഥിയുമാണ് പാൻക്രിയാസ്. 47ാമത്തെ ചോദ്യം, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്പിയം പോപ്പിച്ചെടി. ഓപ്ഷൻ സി ആണ്. 48ാമത്തെ ചോദ്യമാണ്, പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പുകവലിയിലൂടെ എംഫീസീമിയാണ്. എംഫീസീമിയാണ്. 49ാമത്തെ ചോദ്യം, വൈറ്റമിൻ എ, ബി, സി, ഡി ഏതാണ്? ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, 1, 3 വൈറ്റമിൻ എ ഏതാണ്? നിശാന്തത. അതുപോലെ വൈറ്റമിൻ ബി ഏതിനാണ് പറഞ്ഞത്? ബെർബറി. വൈറ്റമിൻ ബി ബെർബറി. വൈറ്റമിൻ സി സ്കർവിയാണ്. ഓക്കെ, 2, 3. അതേപോലെ വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ആണ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ്, ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതെന്നാണ്? ഏതാണ്? ശ്വേതരക്താണുക്കളാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 50 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു എക്സാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.